അരിയൊന്നും അരയ്ക്കാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓട്ടടയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. ഞാൻ അരി അരച്ചതൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കൊണ്ടുനോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു കപ്പ് അളവിൽ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം, നല്ലതായിട്ട് തിള വരുന്നതിൻ്റെ മുമ്പുള്ള ആ ഒരു ചൂടുള്ള വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഒരു മുട്ട ഒന്ന് അങ്ങ് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതും കൂടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിൽ 1 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ അരി അരച്ചുണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യം തന്നെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നല്ല ഓട്ടഡായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതേ കണ്ടോ, ഈ ഒരു ലൂസിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഓട്ടട നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കിയെടുക്കുക മൺചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ ചട്ടി നന്നായിട്ട് തന്നെ ചൂടാവണം. എന്നിട്ട് വേണം നമ്മൾ ഓട്ടട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് മാവ് കോരി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ചുറ്റിച്ചെടുക്കുകയൊന്നും വേണ്ട, ഇതുപോലെ ഒന്നങ്ങ് ആക്കി കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ നമ്മൾ ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഹോൾസ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം അടച്ച് വെച്ച് കൊടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ അങ്ങ് അടച്ചു കൊടുക്കരുത്. ഇതുപോലെ ഒന്നായതിന് ശേഷം വേണം നമ്മളിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി അടച്ച് വെച്ചതിന് ശേഷം ഒരു 10-30 സെക്കൻഡ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ, ഫുൾ ഫ്ലെയിമിൽ. കാരണം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം നമ്മളൊന്ന് വെച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ നമ്മളുടെ ചട്ടിയിൽ നിന്ന് ഇത് വിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഓട്ടട റെഡി ആയിട്ടുണ്ട്. ഇത് മീൻ മുളകിട്ടതിൻ്റെ കൂടെ, ബീഫ് കറിയുടെ കൂടെ, ചിക്കൻ കറിയുടെ കൂടെ, ഇനി പാലും പഞ്ചസാര ഒഴിച്ച് കഴിക്കാനാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്. ഒന്നും കൂടി സോഫ്റ്റായിട്ട് വരിക നമ്മൾ അരി അരച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. അത് നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.